നമുക്ക് ഇന്ന് പ്രിസണേഴ്സ് ഡിലമ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ, ഗെയിം തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് പ്രിസണേഴ്സ് ഡിലമ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രിസണേഴ്സ് ഡിലമ? അപ്പോൾ ഗെയിം തിയറി എന്ന് പറയുന്നത് ന്യൂമൻ, മോർഗസ്റ്റ്യൻ, നാഷ് എന്ന് പറയപ്പെടുന്ന മാത്തമെറ്റീഷ്യൻസാണ്. അവരുടെ കോൺട്രിബ്യൂഷൻസാണ്. അതായത് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് കോണ്ടസ്റ്റിനെ ഫേസ് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന ചലഞ്ചസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്ന് ആണ് ഈ സ്ട്രാറ്റജി. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജിയാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാകുന്ന ഡിലേമയാണ്. കാരണം ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഗെയിമിൽ പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും, അതിനൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും, നമുക്ക് അതിനുള്ള പോസിബിലിറ്റി, ഔട്ട്കം ഉണ്ടായിരിക്കും. ഔട്ട്കം എന്ന് പറയുന്നത് ഒരു ഗെയിമിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഒന്നെങ്കിൽ വിന്നിങ് ആയിരിക്കും, അല്ലെങ്കിൽ ലോസ്. വിന്നിങ് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, ഒന്ന് വിന്നിങ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയപ്പെടുന്നത്. അപ്പം ആ സ്ട്രാറ്റജിയിൽ ഗെയിം നമ്മുടെ ഇൻറ്റൻഷൻ അത് പ്രൂവ് ചെയ്യും. പിന്നെ ഓരോ ഗെയിമിനും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ഇതെല്ലാമാണ് ഗെയിം തിയറിയുടെ ഫീച്ചേഴ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഗെയിം തിയറി ആണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫോളോ ചെയ്യേണ്ടതും ഫോളോ ചെയ്യുന്നതും. അപ്പം ഏറ്റവും പ്രാധാന്യമാണ് ഗെയിം തിയറിക്ക്. അപ്പം ഈ ഗെയിം തിയറി പറയുന്ന ഇതാണ്, നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടി വരുന്നു. അപ്പം റാഷണൽ ഡിസിഷൻ മേക്കിംഗ്, നമ്മളെല്ലാവരും റാഷണലാണ്. നമ്മുടെ ഒരു എയിം എന്ന് പറയപ്പെടുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസിഷനും ഏറ്റവും നല്ല ഔട്ട്കമും കിട്ടണമെന്നായിരിക്കും. പക്ഷേ ഒരു ഗെയിം ആകുമ്പോഴും അതിനകത്ത് ഒന്നിൽ കൂടുതൽ പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ രഹസ്യ സ്വഭാവമുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ ഓരോ വിന്നിങ് പോയിന്റിലും ഓരോ പ്ലേയേഴ്സ് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, മറ്റൊരു പ്ലേയറിൽ നിന്നും സ്വകാര്യത സൂക്ഷിക്കുന്നതാണ് ഒരു ഗെയിം എന്ന് പറയപ്പെടുന്നതിൻ്റെ തന്ത്രം എന്ന് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ശരിക്കും റാഷണൽ പ്ലേയേഴ്സ് തമ്മിലാണ് ഒരു ഗെയിമിൽ ഏർപ്പെടുന്നത്. പക്ഷേ റാഷണാലിറ്റി എന്ന് പറയപ്പെടുന്നതിൽ അവിടെ നമ്മൾ ഒരു പ്ലേയിൽ നമ്മുടെ സ്വാർത്ഥ സ്വഭാവം കാണിക്കാൻ സ്വാർത്ഥത നിലനിർത്തുമ്പോൾ നമുക്ക് നമ്മുടെ പങ്കാളിയായിരിക്കുന്ന നമ്മുടെ ആ പ്ലേയിലുള്ള ആളിന് ചിലപ്പം ചലഞ്ചസ് ഉണ്ടാവും. ഏറ്റവും ആ ഗെയിമിൽ നിന്ന് തന്നെ അയാൾ ഔട്ടാവേണ്ടതായിട്ട് വരും. അത് ഒരു പോസിബിലിറ്റിയാണ്. പിന്നെ മറ്റൊരാളിനെ കൂടെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ അയാളോടൊരു കോപ്പറേറ്റീവ് സ്വഭാവമാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഗെയിനിൽ നിന്നും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഗെയിനിൻ്റെ ഒരു ആവറേജ് ലെവലിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മളെ മനസ്സിലാക്കണം, മറ്റുള്ള ആളിന് ഹാംഫുൾ ആവരുതെന്നുള്ള ഒരു സ്ട്രാറ്റജി വേണം. പിന്നീടെന്ന് പറയപ്പെടുന്നത് മറ്റുള്ള ആൾ നമ്മളങ്ങനെ ചെയ്താൽ നമുക്കെതിരായിട്ട് അയാൾ മോശമായിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും അയാൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഡിലമ പോയിൻ്റ് എന്ന് ഉള്ള ഒരു സ്ട്രാറ്റജി പറഞ്ഞിരിക്കുന്നത്. ഈ ഡിലമ പോയിന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് പ്രിസണേഴ്സ് ഡിലമ എന്ന് പറയുന്നത്. എന്താണ് പ്രിസണേഴ്സ് ഡിലമ എന്ന് പറയപ്പെടുന്ന? രണ്ട് കവർച്ച നടത്തിയ രണ്ട് കുറ്റവാളികളെ പിടിക്കുന്നു. ആ കുറ്റവാളികളെ പിടിച്ചപ്പം ഈ വലിയൊരു റോബറി കണ്ടക്ട് ചെയ്തതായതുകൊണ്ട് അവരെ പിടിച്ച് ജയിലിലടയ്ക്കുന്നു. ജയിലിലടയ്ക്കുമ്പോൾ അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശിക്ഷ കൊടുക്കണമെങ്കിൽ കേസ് തെളിയേണ്ടതായിട്ടുണ്ട്. തെളിയണമെങ്കിൽ ഈ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് കിട്ടുന്ന അവരെ കുറ്റം സമ്മതിക്കുന്നോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷയുടെ കാലാവധി തീരുമാനിക്കുകയും ചെയ്യുന്നത്.
അപ്പം മാക്സിമം അവർക്ക് ഈ റോബറിയുടെ ബേസിൽ കൊടുക്കാവുന്ന ശിക്ഷയുടെ കാലാവധി എന്ന് പറയുന്നത് 10 വർഷമാണ്. 10 വർഷം വരെ ഒരാളിനെ ജയിലിൽ കിടക്കാം. പക്ഷേ കുറ്റവാളികൾക്ക് പോസിബിലിറ്റീസാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കേസ് അക്സെപ്റ്റ് ചെയ്യാം, അതായത് റോബറി അക്സെപ്റ്റ് ചെയ്യാം, അല്ല എങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഓക്കെ, റിജക്റ്റ് ചെയ്യുമ്പോഴും അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അവരുടെ ശിക്ഷാ കാലയളവിൽ മാറ്റങ്ങൾ വരുന്നു. പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ 2 പേരും ഈ കേസ് അക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ ഈ 10 വർഷം എന്നുള്ള കാലാവധി നിങ്ങൾക്ക് 5 വർഷം വീതമായിട്ട് കുറച്ച് തരും. അപ്പോൾ 5 വർഷം നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടാവും. ഓക്കെ, അതാണ് ഒരു കണ്ടീഷൻ. ഇനി നിങ്ങൾ 2 പേരും ഈ കേസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അപ്പം വഴിയില്ല. അപ്പോൾ ജഡ്ജസ് പരാജയപ്പെടുവാണ് ഈ കേസ് പ്രൂവ് ചെയ്യാൻ. ആ ഒരു കേസിൽ അവർക്ക് പെറ്റി കേസ് വല്ലതും ചാർജ് ചെയ്തുകൊണ്ട് അവരുടെ ശിക്ഷാ കാലയളവ് 10 വർഷം എന്ന് പറയുന്നത് കുറച്ചിട്ട് 1 വർഷമായിട്ട്, അവർക്ക് 1 വർഷം അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ 1 വർഷമായിട്ടായി കുറയ്ക്കാൻ സാധിക്കും. ഇനിയും ഒരാൾ കേസ് അക്സെപ്റ്റ് ചെയ്യുകയും മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആളിനെ ഫ്രീ ആക്കുകയും അക്സെപ്റ്റ് ചെയ്യാത്ത ആളിന് 10 വർഷം വരെ തടവ് കൊടുക്കാനുമുള്ളൊരു ഓപ്ഷനാണ്. അപ്പം ഈ 3 ഓപ്ഷൻ കിട്ടുമ്പോഴും ആ ഒരു ഒരാൾ പറയുന്നത് മറ്റൊരാളിൻ്റെ ഔട്ട്കമായിട്ട് ടാലി ചെയ്യുന്ന അവസ്ഥയാവുമ്പോൾ ഈ പ്രിസണേഴ്സ് സ്വന്തമായിട്ട് അവരൊരു ഡിലമ പോയിന്റിലെത്തുകയാണ് ചെയ്യുന്നത്. കാരണം എന്ത് പറഞ്ഞാലാണ് ഈ 3 ഓപ്ഷന് 1 വർഷമായിട്ട് കിട്ടണോ, 5 വർഷമായിട്ട് കിട്ടണോ, അല്ലെങ്കിൽ 10 വർഷമായിട്ട് അവൻ അനുഭവിക്കേണ്ടി വരുമോ എന്ന് പറയുന്നത് ഈ 3-ൽ ഏത് എടുക്കണമെന്നുള്ള ഒരു സംഘർഷാവസ്ഥ ആ ഒരു സ്ട്രാറ്റജിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം അതിനെയാണ് പ്രിസണേഴ്സ് ഡിലമ എന്ന് ഒരു കോൺസെപ്റ്റ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാകുന്ന സംഘർഷാവസ്ഥയെ പറ്റിയാണ് ഈ പ്രിസണേഴ്സ് ഡിലമയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതാണ് പ്രിസണേഴ്സ് ഡിലമ എന്ന് പറയപ്പെടുന്ന ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പം നമ്മുടെ ഓരോ വ്യക്തിയും ഓരോ സ്ഥാപനങ്ങളും ഓരോ രാജ്യവും ഇവിടെയെല്ലാം ഈ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഗെയിം തിയറിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് സ്ട്രാറ്റജിക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന തന്ത്രമാണ്. ഏത് തന്ത്രം? ഒരു രാജ്യങ്ങൾ തമ്മിൽ വാറുണ്ടാകുമ്പോൾ ഒരു രാജ്യം എടുക്കുന്ന തീരുമാനം മറ്റൊരു രാജ്യത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ കൗണ്ടറാക്ട് എഫക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡിസിഷനും എക്കണോമിക് പോളിസി മേക്കേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനും പ്യുവർ ഗെയിമുകളിൽ എല്ലാം ഈ ഒരു ഡിലമ പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം വളരെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുത്തി ചിന്തിക്കുന്ന ഒരു ഡിലമ പോയിൻ്റാണ് പ്രിസണേഴ്സ് ഡിലമ എന്ന് പറയപ്പെടുന്നത്. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.